കഴിഞ്ഞ ദിവസം ഭക്തിസാന്ദ്രമായ ഒരു യാത്രയ്ക്കുള്ള ഒരുക്കത്തിലായിരുന്നു അല്ലേ നമ്മള്. നമ്മുടെ കാരണന്മാരൊക്കെ കൂടെ നമ്മളെപ്പോഴെങ്കിലും ഇതുപോലെ ബലിതർപ്പണത്തിനൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ ദൂരത്തേക്കൊക്കെ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ടോ? ഒരുമിച്ച് കൈകൊട്ടി പാട്ടുപാടി അടിച്ചു പൊളിച്ച് അങ്ങനെ ഒരു വൈബിലേക്ക് ഞാൻ നിങ്ങളെ ഇന്ന് കൊണ്ടുപോട്ടെ. എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ശ്രീയാണ് കേട്ടോ. ഒരുപാട് അമ്മമാരുടെയും അച്ഛന്മാരുടെയും ഒരു സ്വപ്ന യാത്രയിലേക്കാണ് നമ്മൾ ഇന്ന് അവരുടെ കൂടെ കൂടിച്ചേരുന്നത് കേട്ടോ. നമ്മൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിട്ട് നടക്കാതിരുന്നിട്ട് അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് മാറ്റി വെക്കേണ്ടി വന്നിട്ടുള്ള ഒരുപാട് യാത്രകൾ ഉണ്ടാവില്ലേ? അങ്ങനെ ഒരു യാത്രയാണ് ഇന്നും എൻ്റെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ കൂടെ ഞാനിങ്ങനെ പോകുന്നത്. ഇളയമ്മ, അമ്മായി, അമ്മ, അച്ഛൻ, ഭാഗ്യൻ, ശ്രീകുട്ടൻ, ഞാൻ. അങ്ങനെ അടങ്ങുന്നതാണ് നമ്മുടെ ഇവിടുത്തെ ഗ്രൂപ്പായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് യാത്ര പോകുന്നത് ചെറിയൊരു തീർത്ഥാടന യാത്രയാണ്. പഴനി, മധുര, രാമേശ്വരം. അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറി എല്ലാവരും ഇരുന്ന് യാത്ര തുടങ്ങുകയാണേ. പാലക്കാട് കൂടി അങ്ങോട്ട് പോകുമ്പോഴേ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. രണ്ട് സൈഡിൽ ഇതുപോലെ മലനിരകളാണ്. അപ്പോൾ അതിൻ്റെ നടുവിൽ കൂടെ നമുക്കിങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ പോവാം. മാത്രമല്ല പണ്ട് കുതിരാനിൽ ബ്ലോക്ക് നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറമായിരുന്നു. 2-3 മണിക്കൂറൊക്കെ നമ്മൾ ചില സമയങ്ങളിൽ ബ്ലോക്കിൽ കിടക്കേണ്ടി വരാറുണ്ട്. ഇപ്പോൾ ദാ കുതിര തുരങ്കം വന്ന കാരണം കൊണ്ടേ നമുക്ക് അങ്ങോട്ട് സ്മൂത്തായിട്ട് യാത്ര മുന്നോട്ട് പോകുന്നൊരു ഫീലാണ് കേട്ടോ. ഒരു 4 മണി 4:30 ആയപ്പോഴാണ് കേട്ടോ നമ്മുടെ യാത്ര തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അവിടെ എത്താൻ നേരത്ത് 8:10 ആയിട്ടുണ്ടായിരുന്നു. 8 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അമ്പലത്തിൽ കയറാനായിട്ട്, അതായത് നമ്മുടെ പടികൾ കയറി അമ്പലത്തിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഓപ്ഷൻ നമുക്കില്ല. അത് കാരണം കൊണ്ട് അങ്ങനെ ഒരു ഓപ്ഷൻ എന്നല്ല, നമുക്ക് അമ്പലത്തിൽ കയറാൻ പറ്റില്ല 8 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ 8 മണിക്ക് മുന്നേ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ വേണം നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ പഴനിക്ക് പോകുന്നുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് സങ്കടത്തോടെ അമ്പലത്തിൻ്റെ ചുറ്റും ഒന്ന് കറങ്ങി അവിടെ കുറച്ച് നേരം പ്രാർത്ഥിച്ച് ഭസ്മൊക്കെ വരച്ച് കുറച്ച് വഴിപാടുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ ഭക്ഷണം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണം ചപ്പാത്തിയും സാമ്പാറും ആയിരുന്നു. അത് കഴിക്കാൻ വേണ്ടി വീണ്ടും വണ്ടിയുടെ അടുത്ത് വന്ന് നിന്ന് അവിടെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് ചെയ്തത് കേട്ടോ. അതെ, പഴനിമലയിൽ കയറാൻ പറ്റിയില്ല കേട്ടാ. കാരണം എന്താ വെച്ചാൽ ഇത്തിരി കൂടി നേരത്തെ വരണം. എത്ര മണിക്കൂർ? 8 മണിക്ക് അവിടെ അടയ്ക്കും, കയറ്റി വിടും, പിന്നെ അടക്കും. നട അടച്ച് താഴത്തെ വരുന്നവര് ഇത്തിരി കൂടി നേരത്തെ വരും. മല കാണിച്ചതേ ഇവിടെ ഫോണൊന്നും അല്ല ഇവിടെ അല്ല, പക്ഷെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക ഗുണം ചേട്ടൻ. കയറാൻ പറ്റിയില്ല, നേരം വൈകി. ഞങ്ങള് രാമേശ്വരത്ത് എത്തിയിട്ടാ. രാമേശ്വരം അങ്ങനെ നമ്മള് ഒരു പഴനിയിലത്തെ നീണ്ട ഉറക്കത്തിന് ശേഷം രാമേശ്വരത്ത് വന്നെത്തിയിട്ടാ. നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ലടോ. ഇവിടെ കുളിച്ചിട്ട് വേണം അല്ലെ കുളിച്ചിട്ട് വേണം പോണെങ്കിൽ ചിലർ പറയുന്നത് അവിടെ നമ്മൾ കുളിപ്പിച്ച് വിടും എന്നൊക്കെ. അപ്പം ഞങ്ങൾ കുറച്ച് ഡ്രസ്സൊക്കെ കയ്യിലെടുത്ത് ഇളാമയും പിള്ളേരും അമ്മയും അമ്മായിയും ഭാഗ്യനും ഇവിടെ അച്ഛനും ഒക്കെ ആയിട്ട് നമ്മളിതേ രാമേശ്വരത്തേക്കുള്ള യാത്രകളാണ്. അപ്പോൾ വയ്യോരങ്ങളിൽ കഴുത പുലിയില്ല പട്ടി ഈ വക കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചുള്ളൊരു യാത്ര. കഴുത കാള പന്നിയും. അങ്ങനെ നമ്മൾ അവിടെ ഒരു റൂം എടുത്തിട്ടുണ്ടായിരുന്നു. ആ റൂമിൽ ഒന്ന് നമ്മുടെ ലഗേജൊക്കെ വെച്ചിട്ട് പിന്നെ കുളിയൊക്കെ നമുക്ക് രാമേശ്വരത്ത് ചെന്നിട്ടാവാമെന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് ബലിതർപ്പണത്തിനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഇതിൽ അമ്മായിക്കായാലും അമ്മയ്ക്കായാലും അതുപോലെ തന്നെ നമ്മുടെ ഭാഗ്യനായാലും അച്ഛനായാലും ഒക്കെ അച്ഛനമ്മമാർ നഷ്ടപ്പെട്ടതല്ലേ. അങ്ങനെ നമ്മൾ ബലിതർപ്പണത്തിലുള്ള ഏരിയയിൽ എത്തിപ്പെട്ടിട്ടുണ്ട് കേട്ടോ. വലിയ പ്ലാനിങ് ഒന്നും ഇല്ലാത്ത കാരണം കൊണ്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അത് കാരണം കൊണ്ട് എങ്ങനെയാണ് അവിടുത്തെ രീതികളൊന്നും അറിയണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. നമ്മൾ അമ്പലത്തിൽ കയറുന്നതിനേക്കാളും മുന്നേ ബലി ഇട്ടിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട്.
പൂജാരിമാരുണ്ടാവും കേട്ടോ. മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക് അങ്ങനെ പല ഭാഷകളിൽ നമുക്ക് മന്ത്രങ്ങൾ ഉരുവിട്ട് തരുന്ന പൂജാരിമാരുണ്ടാവും. അവർക്ക് പൈസ കൊടുത്തിട്ടാണ് നമ്മൾ ബലിക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കടലിൽ കുളിച്ചിങ്ങോട്ട് കയറുന്നു. പിന്നെ കഴിഞ്ഞ് നമുക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ള ആ ഒരു പൂജാരി ഉണ്ടല്ലോ, ആളെ കൊണ്ട് നമ്മൾ പൂജകളെല്ലാം ചെയ്യിപ്പിക്കണു. ധർമ്മപ്പുല്ലൊക്കെ പിടിച്ച് അതുപോലെ തന്നെ കയ്യിൽ നമ്മുടെ പിണ്ടൊക്കെ ഏന്തി കാര്യങ്ങളൊക്കെ ചെയ്യണു. അപ്പോൾ അത് വിശ്വസിക്കുന്നവർ വിശ്വസിക്കാത്തവരുണ്ടാവും കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ രാമേശ്വരത്തേക്കൊക്കെ പോകുന്നുണ്ട്, നിങ്ങൾക്ക് പ്രത്യേകിച്ച് അറിവും കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത രീതിയാണ് പറഞ്ഞിരുന്നത്. ഇതിന് വേറെ എന്തെങ്കിലും രീതികളോ വശങ്ങളോ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. പിന്നെ ഈ കാണുന്ന ആളുകളുണ്ടല്ലോ, ഒരുപാട് ആളുകൾ, ഇതിപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ അവർക്ക് വേണ്ടപ്പെട്ടവർക്ക്, അവർക്ക് ഉറ്റവർക്കും ഉടയവർക്കൊക്കെ വേണ്ടിയിട്ട് ശാന്തി, അവരുടെ ആത്മാവിൻ്റെ മോക്ഷത്തിന് വേണ്ടിയിട്ട് ബലി അർപ്പിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളൊരു ഗ്രൂപ്പായിട്ട് ചെന്നതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുകയാണ് ചെയ്തത് കേട്ടോ. എന്നിട്ട് നമ്മളെല്ലാവരും കൂടെ അവർ പറയും, നമ്മൾക്ക് അറിയാത്തവർക്കും അറിഞ്ഞവർക്കും നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നവർക്കും നമ്മെ സ്നേഹിച്ചവർക്കും ഒക്കെ വേണ്ടി ബലിയിടാനാണ് അവർ പറയുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ അച്ഛനും അമ്മയും ഭാഗ്യനും ഇളയമ്മയും അമ്മായിയും എല്ലാവരും, അവർക്ക് എല്ലാവർക്കും അച്ഛനമ്മയും നഷ്ടപ്പെട്ടവരാണ്. അവരൊക്കെ ബലിയിട്ടിട്ടുണ്ട്. പുണ്യം കിട്ടിയെന്നാണ് അത്ര പറയുന്നത്. നമ്മളെ അറിയുന്നവരും നമുക്കറിയുന്നവരും ഒരുപാട് പേരുകൾ നമ്മുടെ ഈ ലോകം വിട്ടു പിരിഞ്ഞ് പോയിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ ഇറങ്ങിയില്ല കേട്ടോ കടലിൽ. നമുക്ക് ശ്രീകുട്ടൻ, ഞാനും അതുപോലെ തന്നെ ബദ്രിയും കൂടെ ഒരുമിച്ച് നമ്മളിവിടെ ബലിയിടുന്നത് നോക്കി നിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ വേറെ മതത്തിലുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇതൊരു പുതിയൊരു കാഴ്ചയായിരിക്കും അല്ലേ. ഇങ്ങനെ നമ്മുടെ വീടുകളിലൊക്കെ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവും. അതുപോലെ ഇങ്ങനെ അരിയും പൂവും എള്ളും പഴവും ഒക്കെ കൂട്ടിക്കുഴച്ച് മീനിന് കൂട്ടി അങ്ങനെ ഒരു രീതിയിലാണ് ഈ ബലിതർപ്പണം മുന്നോട്ട് പോകുന്നത്. എനിക്കും ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് അറിയില്ല. പക്ഷെ വിശ്വസിക്കുന്നവർക്ക് അത് വലിയൊരു ആശ്വാസമാണ്. അവരുടെ അമ്മേനെയും അച്ഛനും ഒക്കെ മനസ്സിലിങ്ങനെ ധ്യാനിച്ച് അവരോടൊപ്പം കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് അവരിതാ ബലിയിട്ടിട്ട് തിരിച്ചു മടങ്ങുകയാണ് കേട്ടോ. അവിടെ നിന്നാണ് നമ്മൾ ബലിതർപ്പണം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നത്. അമ്പലത്തിൽ 22 കിണറിൽ നിന്ന് നമ്മൾ സ്നാനം ചെയ്യും. അപ്പോൾ അവിടുത്തെ ആ ഒരു പുണ്യതീർത്ഥം മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാണുന്ന ജഗ്ഗുകളും മഗ്ഗുകളും അവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ. കുറച്ച് നടന്നാൽ മാത്രമാണ് നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ. മൊബൈൽ ഉപയോഗിക്കാൻ പറ്റുമോ പറ്റില്ല എന്നുള്ള ഒരു ഡൗട്ട് കാരണം കൊണ്ട് ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ട് ഷൂട്ട് ചെയ്തിട്ടില്ല. പക്ഷെ അവിടുത്തെ കാഴ്ചകൾ നേരിട്ട് കാണേണ്ട കാഴ്ചകളായിരുന്നടാ. അതിമനോഹരമായിട്ടുള്ള കൊത്തുപണികളും വളരെ പുരാതനമായിട്ടുള്ള അമ്പലമായ കാരണം കൊണ്ടേ ഭയങ്കര പുരാതനമായിട്ടുള്ള രീതിയിലുള്ള പണികളൊക്കെയാണ്. ഇതാണ് 22 കിണറുകളുടെ ആ ഒരു കുളി എന്ന് പറയുന്നത്. അങ്ങനെ 22 കിണറുകളിൽ നിന്ന് നമ്മൾ വെള്ളം കോരി കുളിച്ചിട്ടാണ് എത്തുന്നത്. അതുകൊണ്ട് കയ്യിൽ നിങ്ങൾ ഇടുന്ന ഡ്രസ്സ് മാത്രം മതി, ബാക്കിയുള്ള ഡ്രസ്സുകളൊക്കെ നനഞ്ഞു കുളിരും, മൊബൈലൊക്കെ നനഞ്ഞു കുളിക്കും. അത് കാരണം കൊണ്ട് നമുക്ക് പിന്നെ ഡ്രസ്സ് മാറാനായിട്ടുള്ള ഒരു സൗകര്യം എന്ന് പറയുന്നത് വളരെ പരിമിതമാണ്. എങ്കിലും നമ്മൾ മാറി വന്നിട്ടുണ്ട്. ഇതാണ് അമ്പലത്തിൻ്റെ ആ ഒരു മൊത്തത്തിലുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഡ്രസ്സൊക്കെ മാറി ഞാൻ ഇളമയും എല്ലാവരും വന്നു. നമ്മളങ്ങനെ നടക്കുക. ബാക്കിൽ ഭാഗ്യമുണ്ട് കേട്ടോ. 21 കിണറിലുള്ള കുളി കഴിഞ്ഞ് ഇങ്ങനെ പോവാം. 22 കിണറിലുള്ള കുളി കഴിഞ്ഞ് ഇങ്ങനെ പോവാം. കോടി തീർത്ഥം അതിലേ വീഡിയോ പിടിക്കാനൊന്നും പറ്റില്ലടാ, കാരണം വീശെറിയ വെള്ളം. നമ്മൾ എൻ്റെ ബാഗും നമ്മളിട്ട ഡ്രസ്സും ഒക്കെ അങ്ങനെ അങ്ങോട്ട് നനയും. പിന്നെ ഇവിടെ നടന്ന് വർത്താനം പറയണം. അപ്പം ഷേക്ക് ഉണ്ടാവൂല്ലേ ക്യാമറ. അങ്ങനെ നമ്മൾ അവിടെ അമ്പലത്തിൽ പോയി അമ്പലത്തിലത്തെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇതുപോലെ തിലകം തൊടിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരും കേട്ടോ. തിലകം ഇപ്പോൾ തൊടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, കാരണം നല്ല ഭംഗിയാണ് തിലകം തൊട്ട് നമ്മളെ കാണാൻ വേണ്ടിയിട്ട്. ഇളയമേനെ കുറച്ച് നേരം കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് അമ്പലത്തിൻ്റെ ഇൻറ്റീരിയർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതുപോലെ മുഴുവൻ ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്തിട്ടുള്ള, കരിങ്കല്ലിൽ കൊത്തിയെടുത്തിട്ടുള്ള ശില്പങ്ങളും അതുപോലെ തന്നെ ആ ഒരു കൊത്തുപണികൾ കൊണ്ട് നിറഞ്ഞതാണ് കേട്ടോ അമ്പലം എന്ന് പറയുന്നത്. വളരെ മനോഹരമാണ് അമ്പലത്തിൻ്റെ സ്ട്രക്ചർ. രാമേശ്വരത്ത് നിന്ന് നമുക്ക് ലഡു കിട്ടും. ലഡു ഒക്കെ മേടിച്ച് ഭാഗ്യം കൊണ്ടുപോകുന്ന ആ ബാഗിൽ മുഴുവൻ നമ്മുടെ നനഞ്ഞ തുണികളാണ് കേട്ടോ. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ നനഞ്ഞ തുണികൾ നമുക്ക് ചൂക്കാൻ വേണ്ടിയിട്ട്. അത് കാരണം സെപ്പറേറ്റ് കവറുകൾ കയ്യിൽ പിടിക്കുകയായിരിക്കും നന്നാണ്ടാവുക. അപ്പോൾ അവരവരുടെ ഡ്രസ്സുകൾ അവരവർ ചോന്നാൽ മതിയല്ലോ. ഇത് ബൾക്കാവുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. തൊഴുത് പുറത്തിറങ്ങിയപ്പോഴേക്കും നേരം വെളുത്തായിരുന്നു കേട്ടോ. ഞങ്ങൾ ചെരുപ്പ് അന്വേഷിച്ച് വന്നതാ. ചെരുപ്പൊക്കെ മേടിച്ചു. അമ്പലത്തിലത്തെ ദർശനമൊക്കെ കഴിഞ്ഞു. ഭാഗ്യനുണ്ട് ഇവിടെ കേട്ടോ. ഇവിടെ നിന്ന് ചെരുപ്പൂരിട്ടുണ്ടെങ്കിൽ കിട്ടില്ല ചേട്ടാ. റൂമുണ്ട്, അവിടെ പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേണം ധനുഷ്കോടി പോവാൻ.
എന്തായാലും യാത്ര തുടക്കത്തിൽ ഈ വണ്ടിയിൽ ഇരുന്നിട്ടുള്ളത് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇങ്ങനെ ഈ തിങ്ങി നിറഞ്ഞുള്ളൊരു യാത്ര. പിന്നെ പഴനിയിൽ നമുക്ക് ദർശനം കിട്ടിയില്ല, നമ്മൾ നേരം വൈകി. പക്ഷേ ഇവിടെ വന്ന് ഇവിടെ 22 തീർത്ഥക്കുളത്തിൽ നമ്മൾ വെള്ളം തലക്കോട് വെച്ച് കുളിച്ചപ്പോൾ എല്ലാവരും ഉഷാറായി, ചാർജായി എല്ലാവരും, അല്ലേ? പശുവും അതുപോലെ തന്നെ നായ്ക്കളും ഒക്കെ ആയിട്ട് ഒരു പ്രത്യേക അന്തരീക്ഷമാണ് അവിടെ. നമ്മൾ കാലത്ത് വരുമ്പോൾ കണ്ട ഒരു വൈബല്ല കുറച്ച് കഴിഞ്ഞ്, അതായത് പുലർച്ചെ കണ്ട ഒരു വൈബല്ല കുറച്ച് കഴിഞ്ഞ് പോകുമ്പോൾ കാണുന്ന ഒരു വൈബ് എന്ന് പറയുന്നത് നിറയെ തോണികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇവർ രണ്ട് ട്വിൻസ് പോലെ ഇരിക്കുന്നുണ്ടല്ലേ. രണ്ടാളും കോയിൻസിഡൻസിലി ഒരേ കളർ ഡ്രസ്സും ഇട്ടിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചു കേട്ടോ. ഉപ്പുമാവും പഴമായിരുന്നു ഞങ്ങളുടെ ഭക്ഷണം. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ തൊട്ടപ്പുറത്തൊരു തടാകണ്ടേ, അവിടെ പോവാ. ഞാൻ ഇളയം വരെ കുറി കാണിച്ചേരാട്ടോ. ഇളയം വരെ കുറി സെറ്റ് കുറിയാ നോക്കിയേ. ഓം ഹര ഹര മഹാദേവ്. ഇളമയ്ക്ക് അവിടെ നിന്ന് ഒരു ചേച്ചി തൊട്ട് കൊടുത്തത് അത്ര 10 രൂപ മേടിക്കും ഒരു തൊടാൻ വേണ്ടിട്ട്. ഒന്നും മേടിച്ചില്ല. ഇളമയ്ക്ക് ലക്കി രണ്ട നല്ല ഭംഗിയില്ല. ഇപ്പൊ ഇളയമേനെ ഭക്തി സാന്ദ്രമായ മുഖം. നമ്മള് സ്റ്റേ ചെയ്ത ഹോട്ടൽ ഉണ്ടല്ലോ, അതിന്റെ തൊട്ട് മുന്നിലായിട്ട് ഇതുപോലെ ഒരു ഏരിയ ആണ് കേട്ടാ. ഭാഗ്യൻ കായലിന്റെ ആ ഒരു സൗന്ദര്യം ആസ്വദിച്ച് നിൽക്കാണ്. കായലരികത്ത് വലയെറിഞ്ഞപ്പോ വളകിലൊക്കിയ സുന്ദരി പെണ്ണ് കെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിന് ചേർക്കണേ. കായലാണ്. കായലിന്റെ വിശാലതയിൽ തീർത്ഥാടനങ്ങൾക്ക് പോകുമ്പോൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മളൊരു ഗ്രൂപ്പിൻ്റെ കൂടെ, നമ്മുടെ ഫാമിലിയുടെ അല്ലാത്തതായിട്ടുള്ള ഗ്രൂപ്പുകളുടെ കൂടെ പോകുമ്പോൾ നമുക്ക് വയറിനൊക്കെ എന്തെങ്കിലും അസുഖങ്ങൾ, അതുപോലെ തന്നെ ഇതുപോലെ ബസ്സിലുള്ള യാത്രകളൊക്കെ ആകുമ്പോൾ നമ്മളെപ്പോഴും ഭക്ഷണം അവിടെ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നതായിരിക്കും ഉത്തമം കേട്ടോ. അല്ലെങ്കിൽ പണി കിട്ടാൻ വഴിയുണ്ട്. ഇവിടുത്തെ ഹോട്ടലുകളും അത്രയ്ക്ക് ഹൈജീനിക് അല്ല. അപ്പം നമ്മൾ ഭക്ഷണം ഉപ്പുമാവും പഴവും കഴിച്ചു, പിന്നെ അച്ചാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി നമ്മൾ ഭക്ഷണം എല്ലാവരും കഴിച്ചു. തൊട്ട് മുന്നിൽ തന്നെ ഈ കാണുന്ന ഒരു തടാകം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കുറേ ഫോട്ടോസ് എടുത്തു, ഓർമ്മയിലേക്ക് കുറച്ച് മുഖചിത്രങ്ങൾ. രാമേശ്വരത്ത് നിന്ന് നമുക്ക് ധനുഷ്കോടിയിലേക്കും അതുപോലെ തന്നെ ശ്രീരാമന്റെ പാദം കാണാൻ വേണ്ടി പോകാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേറെ 2 വണ്ടി വിളിച്ചിട്ട് നമ്മൾ 2ആയിട്ട് തിരിഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഇനി ആ യാത്രയിലേക്ക് ആവാം നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. വരൂ, നമുക്ക് പോയിട്ട് വരാം. കാര്യം നമ്മുടെ നാടാണ് ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്ന ക്യാപ്റ്റനാണ് വലുത്. അതിന്റെ അസിസ്റ്റന്റ് ആണ്. പിന്നെ 2 തൊഴിലാളികൾ, 2 ആള് ടെമ്പററി കയറിയിട്ടുള്ളപ്പോ കാക്കാനെ മാനേജറായിട്ട് വെച്ചാ മര്യാദക്ക് പണിയെടുക്കണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് പുറത്ത് കയറിയിരിക്കുന്നുണ്ടാ. പിന്നെ കൗതുകത്തോടെ നോക്കി നിൽക്കുന്ന അമ്മ. ഇവര് ഫാമിലി ആയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. സത്യം പറയാലോ, ഇത്ര നാള് 10-12 കൊല്ലമായിട്ട് ഞാൻ നമ്മുടെ പല്ലൂർ ഒരു പന്നീനെ പോലും കണ്ടിട്ടില്ല കേട്ടാ. നമ്മുടെ അവിടെ വരുന്നില്ല അറിയാം. നമ്മള് ധനുഷ്കോടി പോണ വഴിയില് ശ്രീരാമപാദം കാണാൻ പറഞ്ഞിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇവിടെ 10 മിനിറ്റുള്ള സമയം. 20 മിനിറ്റ് ഒക്കെ ആവുമെന്ന് പറയണം. ശ്രീരാമന്റെ പാദം നമുക്ക് കണ്ടിട്ട് വരാം. പതിഞ്ഞ സ്ഥലം ഇവിടെ എവിടെയൊക്കെയോ പതിഞ്ഞുണ്ടാവും. വലിയ പാദാവൂല്ലേ ഇപ്പൊ? നോക്കട്ടെ എങ്ങനെയുണ്ട്, ഞാൻ കാണിച്ചു തരാം പറ്റുകയാണെങ്കിൽ. അങ്ങനെ നമ്മുടെ കൂടെ വന്നവരെല്ലാവരും നമ്മൾ കൂട്ടിയിട്ട് ശ്രീരാമന്റെ പാദം കാണാൻ വേണ്ടി പോവുകയാണ്. ചെറിയൊരു അമ്പലമാണ്, പക്ഷെ അത് കുറച്ച് ഹൈറ്റിലാണ് നിൽക്കുന്നത് കേട്ടോ. പോകുന്ന വഴിക്ക് ഇതുപോലെ തന്നെ ബിസിനസ് എന്നവണ്ണം 2 സൈഡിലും ഒരുപാട് ആൾക്കാർ ഇതുപോലെ അരിനെല്ലിക്കും നെല്ലിക്കും മാങ്ങയും ഒക്കെ ഉപ്പിട്ട് വിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഒരു വലിയൊരു പാറയുടെ മുകളിലാണ് ഈ കാല് എന്ന് പറയുന്നത്. അത് കാണാൻ നമുക്ക് പറ്റില്ല, കാരണം അവർ ഭയങ്കരമായിട്ട് വഴക്ക് പറയാൻ മൊബൈലിൽ കൊണ്ട് ചെല്ലുമ്പോൾ. ഇതുപോലെ പശുവിനൊക്കെ കാണാം കേട്ടോ. പശുവിനൊക്കെ ശ്രീകുട്ടൻ ഒരു പേടിയില്ലാണ്ട് തുറന്നുകൊണ്ട്, ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയായിപ്പോയി. ഇളയമതി അവിടെ നിന്ന് നെല്ലിക്കൊക്കെ മേടിച്ച് മുകളിലേക്ക് കയറി വരുന്നുണ്ട്. പക്ഷെ ഇവിടെ നിന്നുള്ള കാഴ്ച കാണാൻ അടിപൊളിയാണ് കേട്ടോ. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ താഴത്തേക്കുള്ള വ്യൂ കൊള്ളാട്ടോ.
ബാക്ക് അടിച്ചരാ വേണ്ട അയലൊക്കെ കൂടി പോയിടും. ഓ കണ്ട പനങ്കൂമ്പ് ഇതിനെത്രയാ? 100 അത് ചുട്ടതാ. ചുട്ടതിന് 100 രൂപ. ഒരെണ്ണം തരൂ. അത് ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ തുറന്നിട്ട് നല്ല ചുട്ടത് നല്ല ടേസ്റ്റ്. അല്ലെങ്കിൽ മുറുക്കുണ്ടാവില്ല. ഇല്ല, അത് വെറുതെ തിന്നാൻ പറ്റുള്ളൂ. ഇങ്ങനെ തിന്നാൻ പറ്റും. നല്ല ടേസ്റ്റ്. പോലെ മതി. ഓക്കെ, ഇത് രസം ഉണ്ടാവും. ഇതങ്ങനെ ടേസ്റ്റ് നല്ലതാണ്. ഞാരല്ല അധികം, അതായത് നല്ല ടേസ്റ്റാ. ഇത് പുഴുങ്ങിയത്. പാലാഴി മദനം, ദേവന്മാരും അസുരന്മാരും. അവിടെ നിന്ന് അതേ വണ്ടിയിൽ തന്നെയാണ് നമ്മൾ ധനുഷ്കോടിക്ക് പോകാനായിട്ട് വണ്ടി തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് നമ്മൾ ഇതാ കണ്ട ഇരുന്ന് ആസ്വദിച്ചും പാട്ടൊക്കെ പാടിയിട്ട് 2 കടലിടുക്കുകളുടെ നടുവിലൂടെ ചെറിയൊരു പാതയുണ്ട്. ആ പാതയിലൂടെയാണ് കേട്ടോ ധനുഷ്കോടിക്ക് പോകുന്നത്. ഇതിന് 2 സൈഡും ഇതുപോലെ കടലാണ്. അവിടെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ യാത്രയും ഭയങ്കര മനോഹരമായിരുന്നു. നല്ല ഹൈജീനിക് ആയിട്ടുള്ള പ്ലേസും ആയിരുന്നു. എനിക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ തന്നെ ആ സ്ഥലത്ത് നല്ല വൃത്തിയും വെടുപ്പും ഉണ്ടെന്ന് തോന്നിയാൽ തന്നെ എനിക്ക് ആ സ്ഥലം ഭയങ്കര മനോഹരമായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. നമ്മൾ അമ്പലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അങ്ങനെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഗവൺമെന്റും പോകുന്ന നമ്മളുമാണ്. പക്ഷെ പലപ്പോഴും പല രീതിയിലും അതിന് എന്താ പറയാ, പലപ്പോഴും നമുക്ക് അത്ര ഹൈജീനിക് ആയിട്ട് തോന്നാറില്ല. നമ്മളെപ്പോഴും നമ്മുടെ ഗുരുവായൂരിനോടും നമ്മുടെ വടക്കുന്നാഥന്റെ അടുത്തൊക്കെ കമ്പയർ ചെയ്യുന്ന കാരണം കൊണ്ടായിരിക്കും. പിന്നെ കഴിഞ്ഞ സുനാമിയുടെ അവശേഷിപ്പ് എന്ന വണ്ണം ഒരുപാട് സ്മാരകങ്ങളും ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ വീടുകളും ഒക്കെ അവിടെ നിൽക്കുന്നുണ്ട്. കൊടുങ്കാറ്റിലൊക്കെ ആയിട്ട് ധനുഷ്കോടിക്കൊക്കെ വളരെ വലിയ നാശം സംഭവിച്ച ഒരു സമയം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഒരു 10-26 കിലോമീറ്ററിന്റെ സഞ്ചാരത്തിലൊക്കെ പലപ്പോഴും ഈ ക്യാമറ പിടിച്ച് നമ്മളിങ്ങനെ എൻ്റെ ഫാമിലീനെ നിങ്ങളെ പലർക്കും പല കാരണങ്ങൾ കൊണ്ട് പോകാൻ പറ്റാണ്ടിരിക്കാം. ചില സ്ഥലങ്ങളിലേക്ക് ആഗ്രഹിച്ചിട്ട് പോകാൻ പറ്റാണ്ടിരിക്കാം. ഇപ്പോൾ പല മതസ്ഥരും പല സ്ഥലങ്ങളിലേക്കും പ്രൊഹിബിറ്റഡ് ആണ്. അത് കാരണം കൊണ്ട് തന്നെ നിങ്ങൾക്കിത് കാണിച്ചു തരണം എന്നുള്ള കാരണം കൊണ്ട് പലപ്പോഴും പല കാഴ്ചകളും ഞാൻ മിസ് ചെയ്ത് പോകാറുണ്ട്. പക്ഷേ അതിവിടെ ഇരുന്ന് എഡിറ്റ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയിൽ ആസ്വദിച്ച് കാണാനും പറ്റാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ഓർമ്മക്കുറിപ്പായിട്ട് ഇവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും വിശദീകരിച്ച് പറയുന്നത്. അങ്ങനെ നമ്മൾ ധനുഷ്കോടിയിൽ എത്തിയിരിക്കുകയാണ്. ധനുഷ്കോടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ഇങ്ങനെ ഇവിടെ നിന്ന് ശ്രീലങ്കയിലേക്ക് വളരെയധികം 18 കിലോമീറ്റർ ആവുക അങ്ങാണ്ടുള്ളൂന്ന് അങ്ങാണ്ടാണ് ഞാൻ കേട്ടത്. സത്യമാണെന്ന് എനിക്ക് അതിനോട് അറിയാവുന്നവരുണ്ടെങ്കിൽ ശ്രീകൂടം നമ്മുടെ ശ്രീരാമപാദം കാണാൻ പോയപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് നെല്ലിക്ക കഴിക്കുന്നത്. ഭയങ്കര കാറ്റായിരുന്നു. അതാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഈ കാറ്റിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നത്. അതാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. നമ്മൾ പറഞ്ഞാൽ തന്നെ ഒന്നും കേൾക്കില്ല കേട്ടോ. ഇങ്ങനെ ചുറ്റപ്പെട്ട് ഇങ്ങനെ ഒരു കടലാൽ ചുറ്റപ്പെട്ട് നിൽക്കുന്ന ചെറിയൊരു കുഞ്ഞൊരു പ്രദേശം, അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ഒരുപാട് കച്ചവടക്കാർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കാണാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുറ്റപ്പെട്ടാൽ കടലിനാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. അതിലും വിട്ട് മനോഹരമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അവിടെ അങ്ങനെ ഞാൻ മനോഹരമായിട്ടൊന്നും കണ്ടില്ല. പിന്നെ ഈ ഒരു സുനാമിയുടെ ഒക്കെ ഭാഗമായിട്ട് നശിച്ചു പോയതിന്റെ പേരിലായിരിക്കാം പണ്ട് നല്ല ഭംഗിയായിരുന്നു എന്നാണ് പറയുന്നുണ്ടായിരുന്നത്. പിന്നെ അതാ കണ്ടോ, ഇവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ ആയിട്ട്. അവിടെ നിന്ന് നമ്മൾ കടലിലേക്ക് ഒന്ന് ഇറങ്ങണം എന്ന് ഭാഗ്യനും അതുപോലെ തന്നെ അമ്മയ്ക്കും പിള്ളേർക്കും ഭയങ്കര ആഗ്രഹം. അപ്പം നമ്മൾ ഈ കാണുന്ന ഒരു ഏരിയയിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. അവിടെ കിടക്കുന്നത് മുഴുവൻ ചണ്ടികളില്ലേ, നമ്മളിങ്ങനെ വെള്ളത്തിലുണ്ടാകുന്ന പായൽ ചണ്ടികളുണ്ടല്ലോ, അത് മൊത്തം ഉണങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഈ കടലിൻ്റെ ഈ ഒരു വലിയ പാറകളുടെ ഉള്ളിൽ കൂടെ വേണം ഇങ്ങോട്ട് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടേ. അപ്പോൾ എവിടെയെങ്കിലും ഇടിഞ്ഞു പൊളിഞ്ഞ് വീണിട്ടുണ്ടെങ്കിൽ നല്ലതായിട്ട് പരിക്ക് പറ്റും. അപ്പോൾ സൂക്ഷിച്ചിട്ടൊക്കെ ഇറങ്ങി വരണം. അപ്പോൾ ഇളയമ്മയും അമ്മയൊക്കെ തലയിൽ മുണ്ടിട്ട് വെക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം ഗംഭീര വെയിലായിരുന്നു. 2 സൈഡിലും ഇങ്ങനെ കടലാണേ. അപ്പോൾ അതിൻ്റെ ഞാനൊന്ന് റൗണ്ട് ചെയ്ത് കാണിച്ചു തരാം എൻ്റെ ഇളയമ്മ.
ഭാഗ്യൻ നോക്കിയേ. എന്നെ കാണണ്ട, എനിക്കൊന്നും കാണാനില്ല അതിൻ്റെ ഉള്ളിലേക്ക്, ഭയങ്കര വെയില്. അവനെങ്ങനെ കണ്ണോർക്കാൻ പറ്റണ സന്ധ്യ നേരത്തെ വന്നാൽ നല്ല വൈബാവൂട്ടാ. കണ്ട, നമ്മുടെ കുഞ്ഞുമക്കളെ സംബന്ധിച്ചിടത്തോളം ഈ തീർത്ഥാടന യാത്ര എന്ന് പറയുന്നത് അത്ര വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമൊന്നും ആയിരിക്കില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ച് അവർക്ക് കുറച്ച് എൻ്റർടൈനിങ് ആവുന്ന രീതിയിൽ യാത്ര മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ വലിയ ബോറടി ഉണ്ടാവില്ല. നമുക്കും കുറച്ച് ഒരു ഒരു റിഫ്രഷ് ആയിരിക്കും. പിന്നെ ഈ കൊടും വെയിലത്തൊന്നും ഇവിടുത്തെ യാത്രകളൊന്നും അത്ര ശാശ്വതമായിട്ട് എനിക്ക് തോന്നിയില്ലടാ. ഞാൻ വരുമ്പോഴേക്കും ആകെ ടാനായിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ ആകുമ്പോൾ ഭയങ്കര പ്രസന്നമായിട്ട് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. ഇവിടേക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഗംഭീര വെയിലാണ്. ഞങ്ങൾക്ക് സുഖം. എന്നിട്ട് എല്ലാവരും എന്നാലും ജീവിതത്തിൽ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ ആരെങ്കിലും ഒക്കെ ചോദിക്കുകയാണ് ധനുഷ്കോടി കണ്ടിട്ടുണ്ടോ, രാമേശ്വരം കണ്ടിട്ടുണ്ടോ, മധുര കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാലോ, ആ കണ്ടിട്ടുണ്ട് എന്ന് പറയാലോ. ഈ ഭൂമിയിൽ നിന്ന് ഒരിക്കൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിച്ചു വരുമ്പോൾ അതിനെക്കുറിച്ച് ആരും ഇതുവരെ പറയുന്നത് കേട്ടിട്ടില്ല. അത് കാരണം സ്ഥലങ്ങൾ കാണാൻ പോകാനും അവിടുത്തെ ആ ഒരു ആംബിയൻസ് ഒക്കെ ആസ്വദിക്കാനും എനിക്കും അമ്മയ്ക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ യാത്രകൾ നമ്മളെ പലപ്പോഴും പല പ്രശ്നത്തിലും കൊണ്ടെത്തിക്കാറുണ്ട്. വോമിറ്റിംഗ് ആയിട്ടും നടുവേദനയായിട്ടും കാലും കൈയും ഒക്കെ വേദനയൊക്കെ ആയിട്ടും അതുപോലെ തന്നെ ബാത്റൂം ഫെസിലിറ്റീസും അതൊക്കെ നമ്മളെ ബുദ്ധിമുട്ടിക്ക് എത്തിക്കാറുണ്ടെന്നുണ്ടെങ്കിലും ഈ പ്രാവശ്യത്തെ യാത്ര വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോയിട്ടോ. ഇവിടെ ഷെയറിങ് ഈസ് കെയറിങ് ആണ് നടക്കുന്നത്. ഒരു നെല്ലിക്ക എടുത്തിട്ട് അങ്ങോട്ട് കടിക്കുന്നു ഇങ്ങോട്ട് കടിക്കുന്നു. ഇവർക്ക് സത്യം പറഞ്ഞാൽ യാത്ര അത്ര വലിയ ബോറിംഗ് ആയിരുന്നില്ല കേട്ടോ. ഇവരെ സംബന്ധിച്ചിടത്തോളം അടിപൊളിയായിരുന്നു. അങ്ങനെ ഒരു ചോളം കഴിച്ച് ഞങ്ങൾ ധനുഷ്കോടി വിടുകയാണ് കേട്ടോ. ചോളം നല്ല എരിവുണ്ട്. നല്ല എരിവുണ്ടല്ലേ അമ്മയ്യ? വെയിലിന് പറ്റിയ സാധനം. അമ്മയുടെ ചക്കൊക്കെ മാറിയിട്ട് ഇളയമരയിലും സൂപ്പർ ടേസ്റ്റ്. ഐസ്ക്രീം തിന്നണം അമ്മമ്മ. അവിടെ പൈനാപ്പിള് വെറൈറ്റി ഐറ്റംസ് ആട്ടാ. സമയം കൈപിടിച്ച് പോകേണ്ട ആവശ്യമുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് അമ്പലങ്ങളുണ്ട് കാണാൻ വേണ്ടിയിട്ട്, ചരിത്ര പ്രധാനമായ ഒരുപാട് അമ്പലം. അങ്ങനെ ഒരു അമ്പലത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ശ്രീരാമൻ ലങ്കയിലേക്ക് പോകാൻ നേരത്ത് കുറേ കല്ലുകൾ ഇങ്ങനെ വെള്ളത്തിലിട്ടപ്പോൾ പൊന്തിക്കിടന്നു എന്ന് പറഞ്ഞില്ലേ, അങ്ങനത്തെ കല്ലുകൾ, പൊന്തിക്കിടക്കുന്ന കല്ലുകൾ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പിന്നെ എല്ലാം ഒരു ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ കാണാൻ പൈസ കൊടുക്കണം എന്നുള്ളത് മറ്റൊരു കാര്യം, അത് എടുത്ത് പറയാണ്ടിരിക്കാൻ വയ്യ. പക്ഷേ ഇതുപോലെ തന്നെ ഒരു അമ്പലമാണ് കേട്ടോ. ഇവിടെ കുറച്ച് വൈദ്യന്മാർ ആ ചേച്ചിയുടെ കാല് കുഴിഞ്ഞ് വേദന മാറ്റും അത്രേ അവർ കൊടുക്കുന്ന ആ ഒരു തൈലം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതൊരു കുഞ്ഞമ്പലമാണ്. അവിടെ നമ്മൾ കയറി കുറച്ച് നേരം പ്രാർത്ഥിച്ചു. അതിനുശേഷം കല്ല് കാണാൻ വേണ്ടിയിട്ട് വേറൊരു സ്ഥലം വരെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ പോകണമെന്നുണ്ടെങ്കിൽ പൈസ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അത് പോയില്ല. ആ കല്ല് പിന്നെ എപ്പോഴെങ്കിലും കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഇനി പോകുന്നത് യാത്രയുണ്ട്. പാമ്പൻ പാലത്തിൻ്റെ ശക്തി കേട്ടിട്ടില്ലേ? ഞെട്ടിയോ എൻ്റെ ശബ്ദം കേട്ടപ്പോൾ? ആക്ച്വലി ഇതാണ് പാമ്പൻ പാലം കേട്ടോ. രണ്ട് സൈഡിലും ഇതുപോലെ ഇങ്ങനെ വലിയൊരു കടലിൻ്റെ നടുവിൽ കൂടെ ഒരു 2.4 കിലോമീറ്ററുള്ള വലിയൊരു പാലമാണ്. അടിപൊളിയാണ്. നമ്മുടെ ഇന്ത്യയിലെ തന്നെയാന്ന് തോന്നുന്നു ഏറ്റവും വലിയ പാലം. ബസ്സിലത്തെ ചേട്ടന്മാർ പറഞ്ഞു തന്നത് വലിയ വലിയ കപ്പലുകൾ വരുമ്പോൾ ഇത് രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ നീങ്ങിയിട്ട് കപ്പലുകൾക്ക് പോകാനുള്ള ഒരു മാർഗം ഒരുക്കും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് അറിഞ്ഞൂടാ, അത് സത്യമാണെന്ന് തോന്നുന്നു അതിൻ്റെ സ്ട്രക്ചർ കണ്ടിട്ട്. കുറച്ച് നേരം സ്ലോലി നമ്മൾ ആ ഒരു യാത്ര ആസ്വദിച്ച് അങ്ങോട്ട് ഇറങ്ങി. പക്ഷേ ഉച്ച നേരം ആയതുകൊണ്ട് നമുക്ക് ഇറങ്ങി കാണിക്കാനുള്ള സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പാമ്പൻ പാലം ഇതുപോലെ തന്നെ പാമ്പ് പോലെ തന്നെ വലിയൊരു പാലാണ് കേട്ടോ. പിന്നെ നമ്മൾ പാട്ടും കൂത്തും ബഹളമായിട്ട് കുറേ നേരം അടിച്ചു പൊടിച്ചു. അപ്പൊ ഒരു ഭക്തികാരണ്ട അയ്യപ്പ നന്ദനമയ്യകൊള്ളു നീ കയ്യരാൽ പുത്ര തനീയമേ
മൈക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഭാഗ്യം പിന്നെ അത് വിടുന്ന പ്രശ്നമില്ല കേട്ടോ. അത് കാരണം കൊണ്ട് കുറച്ചു നേരം ഒരു ചേച്ചിയും പിന്നെ ഭാഗ്യനും മാത്രമാണ് പാട്ട് പാടിയത്. കുളിരണിഞ്ഞൊഴുകേണ്ട പുഴകളിൽ നിത്യവും നിറയുന്നു മലിനവും മതജാതി വർഗ വൈരങ്ങളായി. കവിതയുടെ പേര് കള്ളൻ എന്നാണ്. കള്ളനാണു ഞാൻ, ഒരു കള്ളനാണു ഞാൻ, കരുണ പറ്റിയ കരളുറപ്പിന്നുടമയാണു ഞാൻ. മായാരെന്നറിയുകയില്ല, പെറ്റു വീണ കുപ്പയേതെന്നോർക്കാറില്ല. നെഞ്ചിലെ ചൂടേ താരാട്ടുപാടിയുറക്കി അവളെന്റെ ആരാണ് ആരുമല്ലെങ്കിലും. ഭാഗ്യന്റെ കഴിവ് തെളിയിക്കാൻ കിട്ടിയൊരു അവസരം എന്നോണം ഭാഗ്യൻ അത് നന്നായിട്ട് വിനിയോഗിച്ചു. അപ്പോഴേക്കും നമ്മൾ മധുരയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. മധുരയിൽ നമ്മൾ ബസ് ഇതായി കാണുന്ന സ്ഥലത്ത് നിർത്തിയിട്ട് നമുക്ക് വേറൊരു ബസ്സിൽ കുറച്ച് ദൂരം പോകാനുണ്ട് കേട്ടോ. കുറച്ച് ദൂരം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3-4 കിലോമീറ്റർ ഉണ്ടാവുന്നുള്ളൂ. പക്ഷേ അവിടെ എപ്പോഴും ബസ് സർവീസ് ഉണ്ട് വൈകുന്നേരം 10 മണി വരെ. മീനാക്ഷി ക്ഷേത്രത്തിന്റെ മുന്നിലാണ് തോന്നുന്നു വന്നിറങ്ങി നോക്കണത്. പക്ഷെ കുറച്ചാണ് നടക്കണം തോന്നുന്നുണ്ട്. നമ്മളെ മധുരയിലെത്തി. മധുരൈ മീനാക്ഷി ക്ഷേത്രത്തിലെത്തി. അമ്മയുണ്ട് എൻ്റെ കൂടെ, ഇളയമ്മയുണ്ട്, അച്ഛനുണ്ട്, എല്ലാവരും ഉണ്ട്. നമ്മളിവിടെ നിന്ന് ബസ്സിൽ വരണം കേട്ടോ. ഒരു സ്ഥലത്തുനിന്ന് ഭയങ്കര ക്രൗഡാ. ഇല്ല, ഇവിടെ നടന്നാൽ മതി. പക്ഷെ നല്ല മണമുണ്ട് അല്ലേ അമ്മ? പൊട്ട മണമില്ല, നല്ല മണമുണ്ട്. നമ്മുടെ ചന്ദനത്തിരിയുടെ മണം. ഇവിടെ കുറേ ഷോപ്പുകളുണ്ട് കേട്ടോ, സിൽവർ ഷോപ്പുകളൊക്കെ ഉണ്ട്. ഇതേ കണ്ട അച്ഛനമ്മയും. പഴനി പോലെയോ അല്ലെങ്കിൽ രാമേശ്വരം പോലെയോ ഒരു വൈബല്ല. നമുക്ക് ചെറുതായിട്ട് നമ്മുടെ ഗുരുവായൂരിനോടൊക്കെ നല്ല രീതിയിൽ വിശേഷിപ്പിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ മധുരയുടെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. നല്ല മണമുള്ള ആ നേരം ആയതുകൊണ്ടാണോ എന്നറിയില്ല, സന്ധ്യാനേരം ആയതുകൊണ്ടാണോ എന്നറിയില്ല, നല്ല സ്മെല്ലോട് കൂടിയിട്ട് അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് കേട്ടോ മധുര എന്ന് പറയുന്നത്. അവിടെ കുംഭമേളയുടെ ഭാഗമായിട്ടാണോ എന്നറിയില്ല. ഇനി കുംഭമാസത്തിലെ വേറെ എന്തെങ്കിലും ഒരു കുംഭം ഞാൻ കേട്ടിട്ടുണ്ട്, അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ റീനോവേഷൻസ് നടക്കണേന്ന് അവിടുത്തെ ചേട്ടന്മാർ പറഞ്ഞു. അതാണ് ആ വെച്ചുകെട്ടലുകൾ കാണുന്നത് കേട്ടോ. ഇവിടെ ശരിക്കും നമുക്ക് ഒരു വയറ് വന്നൊരു പ്രതീതിയായിട്ടാ. നല്ല മണമൊക്കെ അല്ലേട്ടാ. ഞങ്ങളെ അമ്പലത്തിലേക്ക് പോയപ്പോ മൊബൈൽ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ കാരണം കൊണ്ട് മൊബൈൽ ഞങ്ങൾ അവിടെ വെച്ചു. ഇനി നമ്മൾ നടക്കുക. 2026 പണിക്ക് ഇപ്പോഴേ ഇവിടെ ഒരുക്കങ്ങൾ. 2026 കുംഭോത്സവം അവരെന്തോ സംഭവിക്കുന്നു. എല്ലാ അമ്പലങ്ങളിലും ഞാൻ പേടിച്ചിട്ടാണ് മൊബൈൽ യൂസ് ചെയ്യാതെയും ഷൂട്ട് ചെയ്യാതിരുന്നത്. ഇനിയിപ്പോൾ അതിന് ഒരു ബുദ്ധിമുട്ട് വേണ്ടാന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇവിടെ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ മൊബൈൽ നമ്മളെ കയറ്റുകയില്ല. വേറെ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ സൂക്ഷിക്കാൻ കൊടുത്തിട്ട് വേണം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റണത്. മൊബൈൽ അലൗഡേ അല്ല. അങ്ങനെ മൊബൈലൊക്കെ കയ്യിൽ കിട്ടി ചെരുപ്പൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ വണ്ടിയിലേക്ക് തന്നെയാണ്. ഭക്ഷണം പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നുണ്ടായിരുന്നത്. പക്ഷേ ഭക്ഷണം പ്രിപ്പയർ ചെയ്യാനും അവിടെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് അലുവയും പിള്ളേർക്ക് കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ മേടിച്ച് വണ്ടിയിൽ കയറി. ഞങ്ങളുടെ തീർത്ഥയാത്ര കഴിഞ്ഞു കുട്ടികളെ. ഞങ്ങൾ അവശരായി വിവേശരായി മടങ്ങുകയാണ്. നമ്മുടെ ഭഗവതിനെ വിളിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത് കേട്ടോ വണ്ടിയിൽ നിന്ന്. എൻ്റെ കാർഡ് കണ്ടപ്പോഴേ തന്നെ എനിക്ക് ഭയങ്കര ആശ്വാസമായി. എവിടെ പോയിട്ടുണ്ടെങ്കിലും കാർഡ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ എന്താ പറയുക ടെൻഷൻസും അതുപോലെ തന്നെ യാത്രാക്ഷീണവും അതവിടെ അങ്ങോട്ട് തീർന്നു എന്ന് പറയില്ലേ, അതായിരുന്നു മത്സരിച്ചത് നടിച്ചുവായിരുന്നു. കണ്ണിമാങ്ങ വീണത് നോക്കിയാൽ ഞാൻ ഉപ്പിലിട്ട് വയ്ക്കാറുണ്ട്. കാർഡ് കണ്ടപ്പോഴേക്ക് സമാധാനമായി. അമ്മയും നമ്മൾ അന്ന് രാമേശ്വരത്ത് പോയപ്പോൾ ഇട്ട ഡ്രസ്സില്ലേ, അത് കഴുകിയിട്ടാ രണ്ടാളും നിന്നിട്ട്. അമ്മ പറയുന്നത് നമ്മൾ പോയതിനേക്കാളധികം തണുപ്പ് നമ്മുടെ വല്ലൂരുണ്ടെന്ന് അല്ലേ? ഇപ്പോഴും തണുപ്പല്ലേ അല്ലേ?
ചൂടായിരുന്നു സത്യം പറഞ്ഞാൽ നമുക്ക് അവിടെയൊക്കെ ആ നേരത്ത്. ആ കടലിൽ ഒന്ന് ഇറങ്ങിയപ്പോ ഇത്തിരി നേരം ഒന്ന് തണുത്തു എന്നല്ലാണ്ട്. ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ മാളു തന്നെ കഴുകണ്ടെന്ന് വിചാരിച്ചിട്ടാവണം കേട്ടോ. അമ്മയും അമ്മായും ഭയങ്കര സ്നേഹത്തോടെ നമ്മൾ ഉടുത്ത ഡ്രസ്സുകളൊക്കെ പുതിയതായതുകൊണ്ടും പിന്നെ വാഷിംഗ് മെഷീനിലിട്ട കേടാവും എന്നുള്ളത് കൊണ്ടും എല്ലാം കഴുകി തന്നിട്ടാണ് കേട്ടോ രണ്ടാളും പോയിട്ടുണ്ടായിരുന്നത്. കഴുകി ഉണക്കി മടക്കി തന്നിട്ടാ പോയി. അതെ, വാഷിംഗ് മെഷീനിലിടാൻ ശ്രീകുട്ടൻ പറഞ്ഞു അത്ര അമ്മോട്. അപ്പോൾ പാപ്പ പറഞ്ഞത് അത് ആകെ ചുളിയും മോനെ എന്ന് പറഞ്ഞപ്പോൾ ആള് നിരാശയോടെ പോയിട്ട് ചോറുന്നുണ്ട് ശ്രീകുട്ടൻ. ചെമ്മീൻ ചമ്മന്തി കൂട്ടി ചോറുന്നുണ്ട് ശ്രീകുട്ടൻ. 2 ദിവസം സ്കൂളും മുടക്കി രണ്ടുപേരും ഇനി തിരിച്ച് അവരുടേതായ ലോകത്തേക്ക് പോകും. രണ്ടാളും ഒരു സ്കൂളിലാണ് പഠിക്കണം, വ്യത്യസ്ത ക്ലാസ്സുകളിൽ. കുട്ടികളെ, നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഒന്ന് കുളിച്ചു ഫ്രഷായി നമ്മൾ നമ്മുടെ പണിക്ക് ഭക്ഷണം കൊടുക്കണ്ടേ. അവർ ഇന്നലെ ഭക്ഷണം കഴിച്ചിട്ടില്ല. പിന്നെ അവർക്കൊന്നും ഭക്ഷണം കൊടുക്കട്ടെ കേട്ടോ. പുട്ടും കൂണാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. അപ്പോൾ പുട്ടും കൂണില് പഴമില്ല, ഇവിടെ വേറെ നോൺ വെജ് ഐറ്റംസ് അങ്ങനെയൊന്നുമില്ല. പഴം പുഴുങ്ങിയത് പുട്ടാണ് കഴിക്കുക. പിന്നെ കടലൊന്നും നമ്മൾ ഇന്നലെ വെള്ളത്തിലിട്ടിട്ടില്ലല്ലോ, അത് കാരണം ഇവയൊക്കെ പരിപാടികളൊന്നും നടക്കില്ല. പക്ഷേ പഴം നമുക്കിവിടെ കിട്ടും, നമുക്ക് കൃഷ്ണാണ്ട കടമ മേടിക്കാൻ കിട്ടും. പക്ഷെ നമ്മുടെ കൃഷ്ണേണ്ട അമ്മയില്ലേ, നമ്മുടെ കുറേ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. വള്ളിയമ്മാമ മരിച്ചു. വള്ളിയമ്മാമ മരിച്ചു എന്ന് പറഞ്ഞാൽ 89 വയസ്സായിട്ടുണ്ട് കേട്ടാ. പക്ഷെ നല്ല ഹെൽത്തി ആയിട്ടിരുന്ന് ചെറിയൊരു ചുമയോ ഛർദിയോ മറ്റോ വന്നതാണ് അത്ര. അമ്മാമ്മ നമ്മളൊക്കെ വിട്ടുപോയി. അപ്പൊ നമുക്ക് ഇന്ന് നമ്മുടെ കൂണുണ്ടല്ലോ, നമ്മുടെ മണ്ണുത്തി കടയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കൂണാണ് കേട്ടാ. പാൽക്കൂണാന്ന് കടയിൽ പറയാം, അങ്ങനത്തെ ഒരു കൂണ. അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അമ്മയുടെ ചാനലിൽ കാണും, വലിയൊരുത്തെ വിശേഷങ്ങളൊക്കെ. ഞാൻ നമ്മുടെ കൂണും അതുകൊണ്ട് ഒരു മുട്ടയല്ല എന്താ പറയുക, കൂണും പിന്നെ പുട്ടും ഉണ്ടാക്കിയിട്ട് നമുക്കിനി കഴിക്കാം. അപ്പം ഫുഡിന്റെ കാര്യം തന്നെ പറയാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പരിതാപകരമായിരുന്നു കേട്ടാ. ഫുഡ് ഉച്ച വരെയൊക്കെ നല്ല കുഴപ്പമുണ്ടായില്ല ലോണിയെ. അവർ വെച്ചൊക്കെ തന്ന് സാമ്പാർ. വൈകുന്നേരം മധുരയിലെത്തിയപ്പോ അവര് ഫുഡ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നമ്മളെങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കിയിരുന്നത്. അപ്പൊ അവിടെ പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ നമ്മളെല്ലാവരും നമ്മുടെ നോമ്പൊക്കെ വീടാം, ചിക്കനൊക്കെ പൊരിക്കാന്നൊക്കെ വിചാരിച്ച് പൊരിക്കാന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. പൊരിക്കലൊന്നും നടന്നില്ല. ശ്രീകുട്ടിന്റെ സംഘടന കണ്ട കോഴിക്കോട് തിന്നാൻ പറ്റാത്തത്. അപ്പം ഏതോ ഒരു ഹോട്ടലിൽ നിന്ന് ഒന്നും കഴിക്കാൻ പറ്റും. പൊന്നേരിയൊക്കെ നമുക്ക് പിടിച്ചില്ല. അപ്പൊ ചോറൊക്കെ മേടിച്ചതൊക്കെ വേസ്റ്റായി. അപ്പൊ കൂണ് കൂട്ടാനും മണം കേട്ടപ്പോഴേ ഗംഭീര മണാണല്ലോ. ആ പക്ഷെ മണം പോലെ തന്നെ കൂണ് കൊണ്ടിട്ടായിരുന്നു നല്ല രസമുണ്ട്. എന്നാലും ഞാൻ വരുന്ന തന്നെ മോള് പനീർ കറി വെച്ചിട്ടുണ്ടാവണം, അതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഒരുപാട് നേരത്തെ വർത്തമാനങ്ങൾക്കും വിശേഷങ്ങൾക്കും ഒക്കെ ഒടുവിൽ ഞങ്ങൾ കുറേ നേരം സൊറ പറഞ്ഞ് കുറച്ച് ചക്കയും മാങ്ങയൊക്കെ ആയിട്ട് അമ്മായി ഇതാ പോവാൻ നിൽക്കുകയാണ്. ഉമ്മയൊക്കെ കൊടുത്ത് ഇനി വേറൊരു ദിവസം കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉടനടി നമ്മുടെ ഫെബ്രുവരി അവസാനമാകുമ്പോഴേക്കും നമ്മുടെ ചെമ്പലങ്കാട് ഭഗവതിയുടെ ഉത്സവം വരും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും മടങ്ങുന്നത് കേട്ടോ. അപ്പോൾ യാത്രാ വ്ളോഗ് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് എനിക്കറിയില്ല. ഞാൻ പറ്റാവുന്നവണൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് കാര്യങ്ങൾ. ഇനി ആരെങ്കിലും പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് കാര്യങ്ങളൊക്കെ മൈൻഡിൽ വയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മുടെ വീട്ടു വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. ശ്രീജ.